സാറേ, നമ്മുടെ ഈ പമ്പ അയ്യപ്പ സംഗമം വലിയ വിവാദമായിരിക്കുകയാണ്. അനുകൂലിച്ചും എതിർത്തും ഒക്കെ നിരവധി സംഘടനകളും വ്യക്തികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. കാര്യങ്ങളിൽ വ്യക്തതയില്ല, വ്യക്തത വരുത്തണം എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്. സാർ, ഈ അയ്യപ്പ സംഗമം ഇത് ആദ്യത്തേതാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് സമാനമായ ചില കാര്യങ്ങൾ നടന്നതായി കേൾക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം പോലെ തന്നെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ നടന്നതായിട്ട് കേൾക്കുന്നുണ്ട്. എന്താണ് സാർ അതിനെക്കുറിച്ച്? നമ്മുടെ ഈ ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പ്രത്യേകിച്ചും നമ്മുടെ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പിന്നിൽ സർക്കാരും ദേവസ്വം ബോർഡും അവകാശവാദം ഉന്നയിക്കുന്നത്, അതായത് ശബരിമലയുടെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിക്കുക, വിദേശികളെല്ലാം ഇനി ശബരിമലയിലേക്ക് ഒഴുകും എന്ന് ശബരിമലയുടെ കസ്റ്റോഡിയൻ എന്നുള്ള മട്ടിൽ വെള്ളാപ്പള്ളി ഊന്നി പറയുന്നുണ്ട്. ശബരിമലയുടെ പ്രശസ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ലോകം മുഴുവനും അറിയുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ച ഒരു ക്ഷേത്രമാണ് ശബരിമല. അതിനെ തകർക്കാൻ പല കാലത്തും പല ശ്രമങ്ങളും പല നീചതന്ത്രങ്ങളും പയറ്റി നോക്കി, ഒന്നുപോലും വിജയിച്ചില്ല. എന്തുകൊണ്ട് ഈ വിവാദങ്ങളെ അതിജീവിക്കുന്നെന്ന് ചോദിച്ചാൽ, ആ ശ്രീകോവിലിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ അത്തരത്തിലാണ്. അവിടെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ളതാണ്. പരശുരാമനാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമൻ മാത്സിലെ അപാരകാലനാണ്, അറിയാമോ? അതിന് ശ്രീകോവിലിന് കൃത്യമായ അളവുണ്ട്. അതുകൊണ്ടാണ് ഒരു പിന്നെ ജ്യോതിഷ വിദഗ്ധനുണ്ടല്ലോ പരപ്പനങ്ങാടി, എന്താണ് പറഞ്ഞ് ശ്രീകോവിലിനകത്ത് ഒരു കർണാടക സിനിമാ നടി കയറി എന്നൊക്കെ പറഞ്ഞ് വലിയ ഹോളിളക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അതിനെല്ലാം അതിജീവിച്ച് ശബരിമല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ ഭക്തജനപ്രവാഹവും ഉണ്ടാകുന്നുണ്ട്. ഇത് കേരളത്തിനപ്പുറത്തേക്ക് പോയതിന് പിന്നിൽ ഒരാളെ ഇപ്പോൾ ഓർമ്മിക്കണം. അതായത് 1967 മുതൽ 1971 വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രാക്കുളം ഭാസി. പ്രാക്കുളം ഭാസിയെ കേട്ടിട്ടുണ്ടല്ലോ? പണ്ട് പഴയ KSP കാരനും RSP ഒക്കെ ആയിരുന്നു, കോൺഗ്രസിലും ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് വെച്ചൊക്കെ അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങി പഠനമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആളാണ്. അപ്പോൾ അന്ന് ഈ പ്രാക്കുളം ഭാസി 1968 ഒരു അയ്യപ്പ ജ്യോതിപ്രയാണം നടത്തി. അന്ന് 68 വൃശ്ചിക മാസത്തിൽ നട തുറന്ന ദിവസം ശ്രീകോവിലിൽ നിന്ന് ദീപം കത്തിച്ച് ഏറ്റുവാങ്ങി ആ ദീപം 3 ഇടങ്ങളിലേക്ക് യാത്ര തുടങ്ങും. അയ്യപ്പ ജ്യോതി പ്രയാണം രഥയാത്രയായിട്ട് പോയി. 1968 കേട്ടോ. 68 സൗകര്യങ്ങളൊന്നും നല്ല റോഡ് പോലും ഇല്ല, വാഹനവും നേരത്തെ പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. 68 ശബരിമല എന്ന് പറയുന്നത് പിന്നെ തീർത്ഥാടന കാലത്ത് മാത്രമേ അവിടെ 10 പേര് കൂടുന്നുള്ളൂ. മലയാള മാസങ്ങളിലൊക്കെ പിന്നെ ആരും എത്തുന്നില്ല. മേൽശാന്തി മാത്രം അവിടെ 2 സഹായികളുമായിട്ട് ചെല്ലും, നട തുറക്കും, പൂജ നടത്തും, തിരിച്ചു വരും. അന്ന് പുറപ്പെടാശാന്തി ഇല്ല. അതെ, പുറപ്പെടാശാന്തി വന്നിട്ട് ഇപ്പൊ 25 വർഷമേ ആയിട്ടുള്ളൂ. പുറപ്പെടാശാന്തി വന്നതിന് വേറെ കഥയുണ്ട്. അതെ. അപ്പോൾ ഈ പിന്നെ ശാന്തിക്കാരും ഒക്കെ തന്നെ അങ്ങോട്ട് കയറി കാട് വഴി തെളിച്ചാണ് പോകുന്നത്. ഘോര മൃഗങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ ശരണം വിളിയൊക്കെ കേട്ട് ഈ മൃഗങ്ങളൊക്കെ അങ്ങ് ഉള്ളിലോട്ടങ്ങ് വലിയും. ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. 68 ശബരിമല, അതൊക്കെ ഇപ്പോഴും ആ ഫോട്ടോസൊക്കെ കിടപ്പുണ്ടല്ലോ അന്നത്തെ. അത് ശരിക്കും ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ശബരിമല തന്നെയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അവിടെ ഒരു വലിയ കോൺക്രീറ്റ് സമുച്ചയം തന്നെയാണ്, കാടുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്നൊക്കെ താൽക്കാലികമായിട്ട് ചില ഷെഡുകൾ ഉണ്ടാക്കുമായിരുന്നു വിരിവെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആ തീർത്ഥാടന കാലം കഴിയുമ്പോൾ അതങ്ങ് പൊളിച്ചു മാറ്റും, അല്ലെങ്കിൽ ആന ഇറങ്ങി പൊളിച്ചടുക്കിക്കോളും. 80കളുടെ പകുതിയിൽ പോലും, അങ്ങ് 68 കാര്യം പറയുന്നു, 80കളുടെ പകുതിയിൽ പോലും
അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ആ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം അവിടെ നിലനിന്നിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഈ 68 ഈ ദീപജ്യോതി പ്രയാണം, അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തുന്നു എന്ന് പറഞ്ഞ് പ്രാക്കുളം ഭാസിയെ ഇത്രത്തോളം പൊതുമധ്യത്തിലിട്ട് അവഹേളിക്കാൻ ഇനി വേറൊന്നുമില്ല. അയ്യപ്പനെയും തെരുവിലിറക്കി തെണ്ടുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിലൂടെ ഇഷ്ടംപോലെ വരുമാനവും ഉണ്ടാകുന്നുണ്ട്, കാണിക്കയിടും. അതെ, ഈ ശബരിമല ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപവുമായിട്ട് പോകുന്ന യാത്രയ്ക്ക് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും മറ്റുള്ളിടങ്ങളിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ വലിയ വരവേൽപ്പാണ് കിട്ടുന്നത്. അവരൊക്കെ ഭക്തിയോടുകൂടി കാണിക്കയിടും. അങ്ങനെ അയ്യപ്പനെ ഇതാ കൊണ്ടു നടന്ന് വിൽക്കുന്നു, തെണ്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അന്ന് പ്രാക്കുളം ഭാസി പറഞ്ഞത് ഇത് ശബരിമലയുടെ പ്രശസ്തി കേരളം വിട്ടു പുറം ലോകത്തേക്ക് അറിയണം. അപ്പൊ അതിലൂടെ അറിയപ്പെടാൻ കഴിഞ്ഞു. പക്ഷെ ഇത് മാത്രമല്ല അറിയപ്പെട്ടത്, നമ്മൾ പി സുബ്രഹ്മണ്യത്തെ മറക്കരുത്. പി സുബ്രഹ്മണ്യത്തിന്റെ സ്വാമി അയ്യപ്പൻ സിനിമയാണ്. ആ സ്വാമി അയ്യപ്പൻ സിനിമയിൽ നിന്നുള്ള പ്രതിഫലം വരുമാനം എടുത്താണ് ഈ സ്വാമി അയ്യപ്പൻ റോഡ് പണിതിരിക്കുന്നത്. പി സുബ്രഹ്മണ്യം അങ്ങനെ ട്രസ്റ്റ് തന്നെ ഉണ്ട്. ഈ സിനിമ ആദ്യം റിലീസ് ചെയ്യുന്നത് പമ്പയിലാണ്. പമ്പയിൽ താൽക്കാലികമായിട്ടൊരു തിയേറ്റർ കെട്ടി ഒരു തീർത്ഥാടന കാലത്ത് 2 രൂപ ടിക്കറ്റായിരുന്നു. ആൾക്കാർ ഇഷ്ടംപോലെ ഭക്തർ കയറി കണ്ടു. അതിൽ നിന്നുള്ള വരുമാനമൊക്കെ ഈ പാതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടാകും. ഇത് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ സിനിമ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഈ റോഡിന് വേണ്ടിയാണ്. പമ്പയിൽ നിന്ന് തുടങ്ങുന്ന ഈ സ്വാമി അയ്യപ്പൻ റോഡ് മരക്കൂട്ടത്തിൽ ചെന്ന് ചേരുകയാണ് നീലിമല അപ്പാച്ചിമേടുമായിട്ട്. അപ്പൊ ഈ ട്രാക്ടർ പോകുന്നതിനുള്ള സൗകര്യം ഉണ്ടായി. പിന്നെ കുത്തനെയുള്ള കയറ്റം അല്പം ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ്. പക്ഷെ കയറ്റിറക്കങ്ങൾ ധാരാളം ഉണ്ടെന്നാലും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നത് ശബരിമലയുടെ ഒരു വികസനത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമ തമിഴിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രശസ്തി അങ്ങ് വ്യാപിച്ചു ശബരിമലയുടെ. അതിനകത്ത് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്ന് പറയുന്ന പാട്ടുണ്ട്, പ്രസിദ്ധമായ വളരെ ഹിറ്റായി. അത് തമിഴിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നീട് തമിഴ്നാട്ടുകാർ ചോദിക്കും ഇതെവിടെയാണ് ശബരിമല. എം.എൻ. നമ്പ്യാർ പിന്നെ സ്ഥിരമായിട്ട് ശബരിമലയ്ക്ക് വരാൻ തുടങ്ങുന്നു. ശിവാജി ഗണേശൻ എം.എൻ. നമ്പ്യാരുടെ പേരിൽ ശബരിമലയിൽ ഒരു സ്മാരകം നമ്പ്യാർ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഒന്ന് താമസിച്ച് ഒന്ന് ഫ്രഷായി ദർശനം നടത്തുന്നതിന് വേണ്ടി ഇന്നും അത് അവിടെ ഉണ്ട്. അന്ന് വേറെ ഒരു ഗസ്റ്റ് ഹൗസ് സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രാക്കുളം ഭാസി ഈ പ്രയാണം തുടങ്ങിയിട്ട് ആ തീർത്ഥാടന കാലം അവസാനിക്കുമ്പോൾ, അതായത് മകരവിളക്കും കഴിഞ്ഞ് പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ യാത്ര തിരികെ സന്നിധാനത്ത് എത്തുകയും ചെയ്തു. 3 ഭാഗങ്ങളിലേക്കാണ് തിരിഞ്ഞത്, 3 ഇടങ്ങളിലായിട്ടാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ. പിന്നെ ഈ പ്രാക്കുളം ഭാസി എന്ന് പറയുന്ന അദ്ദേഹം ചില വിപ്ലവങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ്. പിന്നെ അദ്ദേഹം ഈ ബ്രാഹ്മണര്, നായർ, ഈഴവർ, പുലയർ എന്നീ ജാതികളിൽപ്പെട്ട കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് ഒരു 10 പേരെ അവിടെ തിരുവല്ലയിലെ ഒരു ശ്രീകൃഷ്ണാശ്രമത്തിൽ ചേർത്ത് താന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു. ശ്രീരാമകൃഷ്ണാശ്രമം തിരുവല്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായിട്ട് വലിയ പ്രശ്നമായി അവസാനം അവരെ ആ ശാന്തി ജോലിയിൽ നിന്ന് പിന്മാറ്റി ദേവസ്വം ബോർഡിലെ ഗുമസ്തന്മാരാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം 1952 ചവറയിൽ നിന്നും 1954 തൃക്കടവൂരിൽ നിന്നും വിജയിച്ച് തിരുക്കൊച്ചി നിയമസഭയിൽ വന്നിട്ടുള്ള ആളുകൂടിയാണ് പ്രാക്കുളം ഭാസി. പിന്നീട് ഈ അയ്യപ്പ ജ്യോതി പ്രയാണം കഴിഞ്ഞതിന് ശേഷം പ്രാക്കുളം ഭാസിയെ അയ്യപ്പനെ വിഴുങ്ങിയ അവൻ, അയ്യപ്പനെയും കൊണ്ട് നടന്ന് തെരുവ് ദണ്ഡിച്ചവൻ എന്നൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേൽ കേട്ട്, ദേവസ്വം ബോർഡിൽ നിന്ന് കട്ടുതിന്നവൻ, അയ്യപ്പനെ വിറ്റവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വിദേശ നിക്ഷേപവും ഒക്കെ ശബരിമലയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നവർ അയ്യപ്പ ജ്യോതി പ്രയാണത്തെയും പ്രാക്കുളം ഭാസിയൊക്കെ മറന്നു.
രണ്ടുപേരെ ഓർക്കണം, പ്രാക്കുളം ഭാസിയും സുബ്രഹ്മണ്യത്തെയും. സ്വാമി അയ്യപ്പൻ സിനിമ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, ശ്രീകുമാരൻ തമ്പിയും ഒക്കെയാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അയ്യപ്പൻ ശബരിമലയുടെ പ്രശസ്തി ലോകം മുഴുവൻ അറിയട്ടെ, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു സംഗമം നടത്തേണ്ട കാര്യമില്ല. അത് അയ്യപ്പൻ പവർഫുൾ ആണ്, അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് ചെയ്യേണ്ടി വന്നത് എന്നും ഓർത്തിരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.